ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരും ബുദ്ധിമുട്ടുന്ന കാഴ്ച ഇന്ന് നമ്മൾ പത്രങ്ങളിലേക്ക് വായിച്ചു കേട്ടപ്പോൾ നമുക്ക് നമ്മുടെ ഈ ആഘോഷങ്ങൾക്ക് നമുക്ക് ഇത് ആഘോഷിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ഒരു വലിയ സന്തോഷം നമുക്കുണ്ടെങ്കിൽ തന്നെ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പല വാർത്തകളുമാണ് ഇന്ന് പത്രമാധ്യമങ്ങളിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ക്രിസ്തുവാണ് ഏറ്റവും വലിയ സഹനവും ഏറ്റവും വലിയ പ്രയാസങ്ങളിൽ കൂടി കടന്ന് ക്രിസ്തു പുൽക്കൂട്ടിൽ കാലിത്തൊഴുത്തിൽ ജനിച്ചപ്പോൾ ക്രിസ്തുവാണ് ഏറ്റവും വലിയ സഹനം സഹിച്ചത് എന്നാണ് നമുക്കെല്ലാം മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പാവപ്പെട്ട അമ്മമാരും സഹോദരിമാരുമാണ് ക്രിസ്തുവിനേക്കാളും വലിയ സഹനം സഹിക്കുന്നതെന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ മനസ്സൊന്ന് പിടഞ്ഞു പോകുന്ന ഒരു സന്ദർഭം കൂടിയുണ്ട്. അതിനെല്ലാം ഒരു അതുകൊണ്ട് തന്നെ അതിനൊരു മറുപടിയുണ്ട്. പക്ഷെ ഇങ്ങനെ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇതൊരു വലിയ ആഘോഷം നടക്കുകയാണ്, നമ്മളെല്ലാം ഒന്നായി നിൽക്കുന്നതാണ്, മതവും ജാതിയും ഒന്നുമില്ല എന്ന് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ തന്നെ അതെല്ലാം മാറ്റിവെച്ച് ഒന്നായിച്ചാൽ നിങ്ങൾക്ക് വേറെ ഉദാഹരണമൊന്നും വേണ്ട. ഇപ്പൊ ആരെങ്കിലും തിരുവനന്തപുരത്തുണ്ടെങ്കിൽ അവിടെ ഒരു ക്രിസ്തീയ വിശ്വാസിയെ പോലെ തന്നെ വീട് ഇതുപോലെ ദീപാലങ്കൃതമാക്കിയിരിക്കുന്ന എന്റെ വീട് നിങ്ങൾക്ക് വീഡിയോഗ്രാഫി ചെയ്തിവിടെ കാണിക്കാൻ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. ഞാൻ വെല്ലുവിളിക്കുക വ്യക്തികൾ. പിന്നെ ഈ ഉത്തരേന്ത്യയിൽ ആരൊക്കെയാണ് ഈ ഡ്രാമയെല്ലാം കാട്ടിക്കൂട്ടുന്നത്, അതെന്തിനു വേണ്ടിയാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരോട് തന്നെ അവിടെ ചോദിച്ചാൽ നമുക്ക് ഫുൾ ടെക്സ്റ്റ് ഓഫ് ദി ഹിസ്റ്ററി ഓഫ് സച്ച് ഹാപ്പനിങ്സ് ഇൻ മൈ കൺട്രി, യോർ കൺട്രി. ഇതെല്ലാം രാഷ്ട്രീയ വൽക്കരണത്തിന് വേണ്ടിയുള്ള വക്ര പ്രവർത്തനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിൽ നിയമിക്കാനേ പാടില്ല. എല്ലാറ്റിനും ഒരു കാരണമുണ്ടാകും. ആ കാരണം ആര് സൃഷ്ടിച്ചു, ആ കാരണത്തിൽ ഗുണം കൊയ്യണമെന്ന് ആര് വിചാരിച്ചു, അവരുടെ വിക്രികൾ മാത്രമായിരിക്കും. ഞാൻ ഇങ്ങനെ വന്നൊരു മറുപടി പറയുന്നത് പോലും ഈ ഒരു ഒക്കേഷൻ ഒരിക്കലും യോജിച്ചതല്ല. ഞാൻ അതിനകത്ത് ശ്രീ ബൈജുവിന് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനും അദ്ദേഹത്തോട് അത് ഞാൻ തുടങ്ങി വച്ചതല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ രണ്ടുപേരുടെയും സംസാരം നമ്മൾ കേട്ടു. ഏതാ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഒരു കാര്യം ഉറപ്പാണല്ലോ, യു പിയിൽ ക്രിസ്തുമസിന് അവധിയില്ല. ഇത് സുരേഷ് ഗോപിക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റില്ല. പാലക്കാട് കൊച്ചു പിള്ളേർ നടത്തിയ ഒരു കരോത്സംഗത്തിനെതിരെ ഇവർ ഉപദ്രവം നടത്തിയില്ലേ? ഇപ്പോൾ അച്ഛന്മാർക്കെതിരെ ഒരാൾ ആക്രോശിച്ചിട്ട് ഇവിടെ വിദേശത്തു നിന്നൊന്ന് ബൈബിളൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല. ഇത് ഇന്ത്യയാണ്. ഇവിടെ ഉപനിഷത്തുകളും വേദങ്ങളും മാത്രം പഠിപ്പിച്ചാൽ മതി. ബൈബിള് വിദേശ ഭാഷയാണ്, വിദേശ ഗ്രന്ഥമാണ്, ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആ അച്ഛനെ, ആ പാസ്റ്ററെ പേടിപ്പിക്കുന്നു. ഇതെല്ലാം വ്യാജമാണെന്ന് അവർ പറയുന്നത്. അപ്പോൾ ഇത്രയും നാളെയും അനുഭവിച്ചതെല്ലാം ക്രിസ്ത്യൻ സമുദായത്തിനെ തല്ലി തവിടുകൂടിയാക്കി ഇവർ, അച്ഛന്മാരെ തല്ലി. ഇപ്പം തന്നെ മൂന്ന് പാസ്റ്റർമാരുടെ പ്രാർത്ഥിക്കുന്ന സ്ഥലം വീടുകളൊക്കെ തല്ലി പൊളിച്ചിട്ടുണ്ട് ചണ്ഡീഗഡിൽ. അപ്പോൾ ഇതൊക്കെ നുണയാണ്, ഇതുപോലെ കല്ല് വെച്ച നുണയാണ് എന്ന് പറയുന്ന സുരേഷ് ഗോപി. ഇദ്ദേഹം സിനിമയിലൊക്കെ അഭിനയിച്ചത് എങ്ങനെയാണ്? എന്ത് നല്ലവനായിട്ടത് അഭിനയിച്ച ആ അഭിനയം കണ്ട് ജനങ്ങൾ ഇപ്പോൾ ഈ മനുഷ്യനൊക്കെ ഉളുപ്പില്ലല്ലോ എന്നായിരിക്കുന്നത്, ഇതുപോലെ നുണ പറഞ്ഞ് ജനങ്ങളെ പറ്റി. ചിലപ്പോൾ ഇദ്ദേഹം മാറിയെന്ന് പറയുന്നുണ്ടാവുള്ളൂ, ഇതിപ്പോൾ കിണിയായി പോയല്ലോ ഈ പാർട്ടിയിൽ ചേരാൻ പോയതെന്ന്. പക്ഷേ പെട്ടെന്ന് മാറാൻ പറ്റുമോ? ജനങ്ങളുടെ മുന്നിൽ നാണം കിടില്ലേ?